എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജഗത് ജയപ്രകാശ് ആണ് എന്ന ഇന്റർവ്യൂ റൂമിൽ. ജഗത് നമസ്കാരം. നമസ്കാരം. ജഗത്, നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടുന്നത് ഉറപ്പായും ട്രംപിനെ കുറിച്ചാണ്. ട്രംപിന്റെ എയിം എന്താണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. എന്റെ ആദ്യ ചോദ്യം, മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഒഫീഷ്യൽ ആയ ഒരു പോസ്റ്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇടുന്നു. നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ട്രംപിന് നൽകണം എന്നും മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തലാക്കിയതിന്റെ മീഡിയേറ്റർ ട്രംപ് ആണെന്ന് പറയുന്നു. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്താ പറയാ അനിഷേധ്യമായി നിലനിൽക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ ട്രംപിന്റെ കാണാൻ വൈറ്റ് ഹൗസിൽ എത്തുന്നതും മീറ്റിംഗ് നടക്കുന്നതും ഒക്കെ. എന്താണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഉദ്ദേശം ജഗത്ത്? അതായത് നോബൽ പ്രൈസ് മേടിക്കുക എന്നുള്ളതാണോ, ബിസിനസ് വളർത്തുക എന്നുള്ളതാണോ, ലോകത്തിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളതാണോ? എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം? ട്രംപിനെ പറ്റി നമ്മൾ കുറെ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് എല്ലാ റിലേഷൻസും ട്രാൻസാക്ഷണൽ പരമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം എനിക്കെന്ത് പ്രയോജനം, അല്ലെ അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അമേരിക്ക ഫസ്റ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ പോളിസി. പിന്നെ അതിന്റെ കൂടെ തന്നെ പേഴ്സണലായിട്ടും അദ്ദേഹത്തിന് ഒരു ഷോമാൻ ആണ് അദ്ദേഹം. പേഴ്സണലായിട്ട് അദ്ദേഹത്തിന് ലൈം ലൈറ്റ് വരാൻ വളരെ താല്പര്യമുള്ള ആളാണ്. ഹി വാസ് എ സെലിബ്രിറ്റി ബിഫോർ എ പൊളിറ്റീഷ്യൻ. അപ്പൊ അദ്ദേഹം പണ്ട് മുതലേ അമേരിക്കയിലെ ടോക്ക് ഷോകളിലും സ്വന്തമായിട്ട് ഹോസ്റ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്ത് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള ഒരു സെലിബ്രിറ്റി ആയിരുന്നു അദ്ദേഹം. അപ്പൊ ട്രംപിനെ നമുക്കൊക്കെ പരിചയം ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം, അല്ലെ ട്രംപിന് നോമിനേഷൻ കിട്ടിയ ശേഷമാണ് ട്രംപിന് പരിചയമെങ്കിൽ ഒരു സാധാരണ ആവറേജ് അമേരിക്കക്കാരന് വർഷങ്ങളായിട്ട് ട്രംപിനെ പരിചയമുണ്ട്. ട്രംപിന്റെ ചെറുപ്പകാലം മുതലേ എല്ലാവർക്കും ട്രംപ് ഒരു ടിവിയിൽ ഒരു ടെലിവിഷൻ മുഖമാണ് ട്രംപ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു ലൈം ലൈറ്റ് നിൽക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു 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 ഫേസ് വേണം എപ്പോഴും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധ ബുദ്ധിയുടെ ഒരു ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കാം. എന്നാലും എനിക്ക് തോന്നുന്നു ട്രംപ് ഒരു സ്വല്പം നാർസിസിസ്റ്റിക് മെന്റാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്ക് എല്ലാ സ്ഥലത്തും പുള്ളിക്ക് ഇങ്ങനെ നിൽക്കണം. കാരണം പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും എല്ലാം കാണുമ്പോഴത്തേക്ക് പുള്ളി ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ആൽഫ മെയിൽ പോലത്തെ ഉള്ള ഒരു ഇതാണ് പുള്ളി എപ്പോഴും കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം ഒരു വലിയ പോസ്റ്റ് അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പൊ അത് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനു മുന്നേ നടത്തിയിട്ടുള്ള പല പീസ് നെഗോഷിയേഷൻ ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കോങ്കോയിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റുവാണ്ടയിൽ നടത്തിയ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എബ്രഹാം അക്കോർഡ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പറയുന്നത്, എനിക്ക് നോബൽ പ്രൈസ് ഇതിനൊന്നും എനിക്ക് ആരും തരണ്ട എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തു, പക്ഷെ എനിക്ക് ആരും ഒന്നും തരുന്നില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് അദ്ദേഹം ഇപ്പം എബ്രഹാം അക്കോർഡ്സ് പോലത്തെ ഉള്ള ഒരു ചരിത്രപരമായ ഒരു ഉടമ്പടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മിഡിൽ ഈസ്റ്റിൽ സൈൻ ചെയ്തതും. UAE, ബഹ്റൈൻ, പിന്നെ സൗദി അറേബ്യ, മറ്റുള്ള GCC രാജ്യങ്ങളുമായിട്ട് ഇസ്രയേലിന്റെ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുന്നതും അവർ തമ്മിൽ ട്രേഡ് ആൻഡ് മറ്റുള്ള ടൂറിസം പോലുള്ള മേഖലകളിൽ ഇവർക്കെല്ലാം ഡയറക്റ്റ് ആക്സസ് കൊടുക്കുന്നതും വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതൊക്കെ നമ്മൾ ട്രംപിന്റെ ഒന്നാമത്തെ ടേമിൽ നമ്മൾ ഇതെല്ലാം കണ്ടതാണ്. അപ്പൊ അത്രയും അദ്ദേഹം ചെയ്തു. കാരണം ഇത്രയും വർഷങ്ങളായിട്ട്, കഴിഞ്ഞ ഒരു 50-60 വർഷങ്ങളായിട്ട് പോരടിച്ചുകൊണ്ടിരുന്ന GCC രാജ്യങ്ങളും അല്ലെ ഇസ്രയേലും ഇവരെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന അത്രയും രാജ്യങ്ങള് ഇസ്രയേലുമായിട്ട് ഒരു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ സ്മോൾ ടാസ്ക്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അദ്ദേഹത്തിന് അത് ഒരു അച്ചീവ്മെന്റ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പൊ ട്രംപ് അങ്ങനെ പറഞ്ഞു, എനിക്ക് നോബൽ പ്രൈസ് വേണം, ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യത്തിന്റെ മെറിറ്റ് ഇല്ലാതാവുന്നില്ല. അപ്പൊ ആ ഒരു മെറിറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എബ്രഹാം അക്കോർഡ്സിന്റെ ഒരൊറ്റ വിഷയത്തിന്റെ പുറത്ത് തന്നെ ട്രംപിന് നോമിനേറ്റ് ചെയ്യപ്പെടാം, അല്ലെ അന്നേ ചെയ്യേണ്ടതായിരുന്നു, അല്ലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രംപിന് ഓൾറെഡി ഇപ്പൊ ട്രംപ് പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്തു എന്നാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞത്. ഈ എബ്രഹാം അക്കോർഡ്സിനായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ട്രംപിന് 2021 നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരു യൂറോപ്പിലെ ഒരു MP അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അമേരിക്കയിൽ തന്നെ ഒരു കോൺഗ്രസ് വുമൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നോമിനേഷൻസ് ഇതിനു മുന്നേ ട്രംപിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ട്രംപിന്റെ ഏറ്റവും വലിയ ഒരു നിരാശ, അല്ലെ ട്രംപിന് ഈ ഒരു വിഷയത്തിൽ നൊബേൽ പുരസ്കാരം വേണം എന്നുള്ള ഒരു വിഷയത്തിൽ ട്രംപിന് ഇത്ര ആഗ്രഹം ഉണ്ടാവുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒബാമയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളത് ട്രംപ് പല തെരഞ്ഞെടുപ്പ് റാലികളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ ഇതിനകത്തൊന്ന് ശരിക്കും പരിശോധിക്കണം. ഒബാമയ്ക്ക്
2009 നോബൽ പ്രൈസ് കിട്ടുന്നത്. ഒബാമ പ്രസിഡന്റ് ആയത് 2008. 2008നും 2009നും ഇടയ്ക്ക് ഒബാമ വലിയ കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള പീസ് ഡീലുകളും ഒബാമ ചെയ്തിട്ടില്ല. ഒബാമ ഇരുന്ന സമയത്ത് അദ്ദേഹം മൾട്ടിപ്പിൾ യുദ്ധങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതാണ് ഒബാമയ്ക്ക് അന്ന് നോബൽ പീസ് പുരസ്കാരം കൊടുത്തത് എന്ന് നമുക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1906 റിപ്പബ്ലിക്കൻ പ്രതിനിധിയായിരുന്ന തിയോഡർ റൂസ്വെൽറ്റിനാണ് ആദ്യത്തെ നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ആദ്യത്തെ നോബൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 1906 പുരസ്കാരമാണ്. ആ പുരസ്കാരം എന്തിനാ കൊടുത്തെന്ന് വെച്ചാൽ റഷ്യ ജാപ്പനീസ് വാറിനെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു മീഡിയേഷൻ നടത്തി ട്രീറ്റി ഓഫ് പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റി അദ്ദേഹം സൈൻ ചെയ്യാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് നോബൽ പുരസ്കാരം കൊടുത്തത്. അതിനുശേഷം ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യത്തിലെ പ്രസിഡന്റ് ആയിരുന്ന വോഡ്രോ വിൽസനാണ് രണ്ടാമത്തെ നോബൽ പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന യു എൻ ഒ ഉണ്ടാവുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന സംഘടന ലീഗ് ഓഫ് നേഷൻസിന്റെ ഫൗണ്ടിങ് ഒരു മെമ്പർ ആയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഇനിയൊരു ലോക യുദ്ധം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് ലീഗ് ഓഫ് നേഷൻസ് ഇന്നത്തെ യു എൻ ഒയുടെ ഒരു പ്രെഡസീസർ ആയിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷനെ ഫൗണ്ട് ചെയ്തതിന് വേണ്ടിയിട്ടാണ് വൂഡ്രോ വിൽസന് അന്ന് നോബൽ പുരസ്കാരം കൊടുത്തത്. അതിനുശേഷം പിന്നീട് ഒരു നോബൽ പുരസ്കാരം ലഭിക്കുന്നത് ജിമ്മി കാർട്ടറിനാണ്. ജിമ്മി കാർട്ടർ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴല്ല അദ്ദേഹത്തിന് കിട്ടിയത്. പകരം പ്രസിഡൻസിയിൽ നിന്നൊക്കെ വിരമിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു 10-25 വർഷത്തിന് ശേഷം 2002 ജിമ്മി കാർട്ടറിന് പ്രസിഡന്റ് നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ അത്ര പ്രത്യേകിച്ച് എവിഡന്റ് ആയിട്ടുള്ള ഒരു റീസൺ ഒന്നും അതിന് പറഞ്ഞിട്ടില്ല. എന്നാലും ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റ്, വിയറ്റ്നാം വാർ, അങ്ങനത്തെ പല സംഭവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേഗമായിട്ടുള്ള ഒരു ഹെഡിങ്ങിലാണ് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. പിന്നെ കിട്ടിയത് ബറാക് ഒബാമയ്ക്കാണ്. അപ്പൊ ബറാക് ഒബാമയ്ക്ക് കൊടുക്കാനുള്ള റീസണും അതുപോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ടു സ്ട്രെങ്തൻ ഇന്റർനാഷണൽ ഡിപ്ലോമസി ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ പീപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വേഗമായിട്ടുള്ള ഒരു ഐഡിയോളജിയുടെ പുറത്താണ് കൊടുത്തത്. അപ്പൊ നമ്മൾ ഈ ലഭിച്ച 4 പേരും നോക്കുവാണെങ്കിൽ ഇതിൽ 3 പേരും ഡെമോക്രാറ്റും ഒരാൾ മാത്രമേ റിപ്പബ്ലിക്കനും ഉള്ളൂ. അപ്പൊ ഡെമോക്രാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ലെഫ്റ്റ് ലീനിങ് ലിബറൽ ഐഡിയോളജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊരു ലോക പൗരൻ, വിശ്വപൗരൻ, ഐഡിയലിസ്റ്റിക് മെന്റാലിറ്റിയിൽ ഉള്ള ആൾക്കാരാണ്. ബട്ട് റിപ്പബ്ലിക്കൻ ആണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള പ്രാഗ്മാറ്റിക് അപ്രോച്ച് നടത്തുന്ന ആൾക്കാരാണ് റിപ്പബ്ലിക്കൻസ്. അപ്പം പൊതുവെ ഈ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ നോബൽ പുരസ്കാരം. എസ്പെഷ്യലി നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് ഇതിന് ശുപാർശ ചെയ്യുന്നത്. അപ്പൊ നോർവീജിയൻ നോബൽ കമ്മിറ്റി എല്ലാ കാലത്തും ഒരു ലിബറൽ ലീനിങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവരെപ്പോഴും ഒരു ഗ്ലോബൽ അപ്പീല് അങ്ങനത്തെ ഉള്ള ഒരു സംഭവം, ഒരു ടാഞ്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സിനെ കാട്ടി അവർ കൂടുതലായിട്ട് നോക്കുന്നത് ഒരു ലോക പൗരൻ, വിശ്വപൗരൻ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വളരെ കാൽപ്പനികമായിട്ട് സംസാരിക്കുന്നു, അല്ലെ എല്ലാവർക്കും പുള്ളി ഒരു സ്വീകാര്യനാണ് എന്നൊക്കെ ഉള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഒരു ജനറൽ പബ്ലിക് അപ്പിയറൻസും ഒരു ജനറൽ പബ്ലിക് അപ്പീസ്മെന്റിന്റെ ഒക്കെ ബേസിലാണ് ഒരു പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് നോബൽ പുരസ്കാരം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു 4 പ്രസിഡന്റുമാരുടെ സ്വഭാവ സവിശേഷതകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും അതിനൊരു ജനറിക് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ട്രംപ് പറയുന്നത് ഞാൻ ഇതുപോലത്തുള്ള എബ്രഹാം അക്കോർഡിനകത്ത് ഞാൻ മീഡിയേറ്റ് ചെയ്തു, അതിന്റെ പേരിൽ എനിക്ക് തരണം, ഒബാമയ്ക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യതയും ഇല്ലെന്ന് അദ്ദേഹം റാലികളിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2024 തന്നെ പല റാലികളിലും അദ്ദേഹം ഒബാമയ്ക്ക് എന്തിനാണ് നോബൽ പുരസ്കാരം കൊടുത്തത്, എനിക്കാണ് തരേണ്ടത് എന്ന് അദ്ദേഹം ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ടല്ല. അപ്പൊ നമ്മളുടെ ഒപ്പം ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയുടെ ആ ഒരു യുദ്ധം നിർത്താൻ ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ആ യുദ്ധം നിന്നത്. അതിന്റെ ഒരു ക്രെഡിറ്റ് ട്രംപിന് നൽകിക്കൊണ്ട് ഉള്ള നോമിനേഷനാണ് ഈ പാകിസ്ഥാൻ നടത്തിയത്. അപ്പം ഇനി നമുക്ക് മറ്റൊരു വസ്തു കൂടി ഇതിൽ പരിശോധിക്കാം. നോബൽ പുരസ്കാരം എങ്ങനെയാണ് കൊടുക്കുന്നത്? നോബൽ പുരസ്കാരം കൊടുക്കാൻ പ്രധാനപ്പെട്ട ചില രാഷ്ട്രങ്ങൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഓർഗനൈസേഷൻസിനും ഈ നോബൽ പുരസ്കാര സമിതിയുടെ തന്നെ മുൻ പുരസ്കാരം നേടിയവർക്കും ഒക്കെ സാധിക്കും ആൾക്കാർക്ക് നോബൽ, പ്രത്യേകിച്ച് പീസുമായിട്ട് ബന്ധപ്പെട്ട നോബൽ പുരസ്കാരം കൊടുക്കാൻ അവർക്കെല്ലാം സാധിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓരോ വർഷവും 200-300 നോമിനേഷൻ. ഇപ്പൊ ഒബാമയ്ക്ക് നോബൽ പുരസ്കാരം കിട്ടിയ ആ വർഷം തന്നെ 205ഓളം നോമിനേഷൻ വന്നതിൽ നിന്നാണ് അവസാനം ഒബാമയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തത്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അല്ലെ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു ഇതുപോലുള്ള സംഘടനകളുടെയോ അല്ലെങ്കിൽ പീസ് കോൺഫ്ലിക്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന റിസർച്ച് ഓർഗനൈസേഷന്റെയോ ഒക്കെ ഹെഡുകൾക്ക് ആരെ വേണമെങ്കിലും നോബൽ പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ വരുമ്പോ ആ കൂട്ടത്തിൽ ഒരു പാകിസ്ഥാന്റെ ഒരു നോമിനേഷൻ ആയിട്ട് ട്രംപ് പോകുന്നു. അപ്പം ആ ട്രംപിന്റെ കൂടെ തന്നെ മറ്റു പല രാഷ്ട്രങ്ങളും, ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. മുമ്പ് ഇപ്പൊ ഇന്ത്യക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റും നോബൽ പുരസ്കാരത്തിന്. പക്ഷെ അത് ലഭിക്കുമോ? പാകിസ്ഥാൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കില്ലേ? പ്രത്യേകിച്ച് അസീം മുനീർ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് പോയി ലഞ്ച് കഴിക്കാൻ പോകുന്നു. മാത്രമല്ല ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ വാർ വരുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ കൂടെ നിർത്തുക എന്നുള്ളൊരു, പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അഭ്യൂഹങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഈ ബിറ്റ്കോയിന്റെ ഒരു വിഷയം അതൊരു ട്രംപിന്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയമാണ്. അതിന് ഞാൻ അത്ര ഒരു വെയിറ്റേജ് ഞാൻ കൊടുക്കുന്നില്ല. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ ഈസ് എ പ്രോക്സി സ്റ്റേറ്റ് ഓഫ് യു എസ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് യു എസിന്റെ ഒരു പ്രോക്സി സ്റ്റേറ്റ് ആണ്. അപ്പൊ യു എസ് ഒരു അൺലിമിറ്റഡ് ഫണ്ട് കൊണ്ട് അല്ലെ അൺലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസുകൾ കൊണ്ട് അവർക്ക് സൗത്ത് ഏഷ്യ അല്ലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട മിഡിൽ ഈസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ബഫർ സോൺ വേണം. ആ ബഫർ സോൺ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അതിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിൽ എന്നേ തകർന്ന് പരാജയപ്പെട്ട് മണ്ണടിഞ്ഞു പോകേണ്ട, ഛിന്ന ഭിന്നമായി പോകേണ്ട പാകിസ്ഥാനെ ഇങ്ങനെ താങ്ങി നിർത്തിയേക്കുന്നത് യു എസ് അക്ഷയപാത്രത്തിൽ നിന്ന് കൊണ്ടുകൊടുക്കുന്ന ഈ റിസോഴ്സുകളും ആയുധങ്ങളും എല്ലാം വെച്ചിട്ടാണ്. അല്ലാതെ പാകിസ്ഥാൻ ഒന്നും ഇപ്പം നമ്മൾ പല വീഡിയോയിലും ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. റൊട്ടി പോലും വാങ്ങിക്കാൻ ആൾക്കില്ല, പണമില്ലാതെ ആൾക്കാരും പരസ്പരം പോരടിക്കുന്നതും, ഗോതമ്പ് കിട്ടുന്നില്ല, വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വിഷയങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ലാത്ത രാജ്യത്തിന് F-16 പോലത്തുള്ള വിമാനങ്ങളും വലിയ വലിയ റഡാർ സംവിധാനങ്ങളും ഒക്കെ എവിടുന്നാണ് കിടക്കുന്നത്? യു എസ് ഇതെല്ലാം കൊണ്ട് വെറുതെ കൊടുക്കുകയാണ്. യു എസ് ഇത് കൊടുത്തിട്ട് പറയും ഇത് അഫ്ഗാനിൽ താലിബാനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ടെററിസ്റ്റിനെ അടിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഇത് യു എസ് പറയും. പക്ഷെ യു എസ് എന്തിനാണോ കൊടുക്കുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സിനാരിയോ നമുക്കിപ്പോ എടുത്തു നോക്കാം. കാരണം പാകിസ്ഥാനിലെ എയർഫീൽഡുകളും പാകിസ്ഥാന്റെ വിമാനങ്ങളും എല്ലാം അമേരിക്കയുടെയാണ്. ഒട്ടുമിക്ക എല്ലാ മെയിന്റനൻസും അതിന് സപ്പോർട്ടും ട്രെയിനിങ്ങും എല്ലാം അമേരിക്കയാണ് കൊടുക്കുന്നത്. അമേരിക്കയുടെ ബേസ് ഉണ്ട് പാകിസ്ഥാൻ, എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ പറയുന്ന F-16 എന്ന് പറയുന്ന സാധനങ്ങൾ വാർ ഓൺ ടെറർ എന്നും പറഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പാകിസ്ഥാൻ ശരിക്കും പാകിസ്ഥാന് യു എസ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ വിമാനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇന്ത്യക്കെതിരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അമേരിക്കയ്ക്ക് ഒന്നും മിണ്ടാനില്ല. ഇവിടെ ഇപ്പൊ സംഭവിച്ചെന്ന് വെച്ചാൽ പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത് യു എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായിരുന്നു. പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രോക്സി വാർ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരവിടുന്ന് ഫണ്ട് ചെയ്ത് ടെററിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയുള്ള ആൾക്കാരെ കൊല്ലുക, ഇന്ത്യക്കാരെ കൊല്ലുക, അല്ലെ മതം തിരഞ്ഞ് കാഫറുകളെ കൊല്ലുക എന്നൊക്കെ പറയുന്നുള്ള പല ടെക്നോളജിയും അവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രോക്സി വാർ, അത് പിന്നെ ഹൈബ്രിഡ് ടെററിസം, ഇങ്ങനത്തുള്ള പല കാര്യങ്ങളും. കാശ്മീരിലായാൽ തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ബാങ്കിൽ ചെന്ന് മാനേജർ വെടിവെച്ച് കൊല്ലുക, സ്കൂളിൽ ചെന്ന് ടീച്ചറെ വെടിവെച്ച് കൊല്ലുക, പിന്നെ ടൂറിസ്റ്റുകൾ വെടിവെക്കുക. ഇപ്പം 26 പേര് മരിച്ചുകൊണ്ടാണ് നമുക്ക് അത്ര വലിയൊരു ഇൻസിഡന്റ് ആയത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള രീതിയിൽ പല ആൾക്കാരെ അവർ കൊന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് കുറച്ച് ബീഹാറിൽ നിന്നുള്ള ലേബേഴ്സിന് 1-2 പേരെ കൊന്നു. ഇടയ്ക്ക് ഒരു ബാങ്ക് മാനേജർ ബാങ്കിൽ കയറി വെടിവെച്ച് കൊന്നു. ഇതെല്ലാം ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് നടന്ന സംഭവമാണ്. അതൊക്കെ 1-2 പേരുടെ ജീവൻ പോയത് കാരണം അതൊരു വലിയ ചർച്ചയൊന്നും ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ അതൊരു പ്രോക്സി, ഒരു ഹൈബ്രിഡ് ടെററിസമായിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു. അതായത് ഹൈബ്രിഡ് ടെററിസം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാരെ തന്നെ റാഡിക്കലൈസ് ചെയ്തതിനു ശേഷം നമ്മുടെ ആൾക്കാർക്കെതിരെ പ്രയോഗിക്കുക. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സംഭവം. അതാണ് നമ്മൾ ഇതിനു മുന്നേ പുൽവാമയിൽ അറ്റാക്ക് നടന്ന സമയത്ത് തന്നെ ഒരാൾ പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് ചെയ്ത് തിരിച്ചു വന്നിട്ടാണ് നമ്മുടെ CRPF ജവാന്മാരെ ബോംബ് ചെയ്ത് കൊല്ലപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഈ വർക്കുകൾ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് യു എസ് നിന്നുള്ള റിസോഴ്സുകളാണ് അവർ ഉപയോഗിക്കുന്നത്. യു എസ് നിന്നുള്ള ആൾക്കാർ അവിടെ വന്നിട്ട് യു എസിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഫർ സോൺ അവിടെ വെക്കുക. കാരണം ഇറാന്റെ ഈസ്റ്റേൺ ഫ്രണ്ട് ആണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇറാനുമായിട്ട് ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പൊ ആ ഒരു ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്ന് പാകിസ്ഥാന്റെ മേളിലുണ്ട്. അപ്പം ഈ പാകിസ്ഥാൻ ഈ കൊടുക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ ഇറാൻ എന്നെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കുവോ അല്ലെ ഇറാൻ ഇസ്രായേലുമായിട്ട്, കാരണം ഈ GCC യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു ശത്രു എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനെയാണ് അവർ സാങ്ഷൻ ചെയ്തേക്കുന്നത്. ബാക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇറാഖിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കി. അഫ്ഗാനിസ്ഥാൻ അത്ര ഒരു വലിയ പ്ലെയർ അല്ല. ബട്ട് ഇറാന്റെ കയ്യിൽ റിസോഴ്സസ് ഉണ്ട്, അവർക്ക് ടെക്നോളജി ഉണ്ട്, അവർക്ക് പോപ്പുലേഷൻ ഉണ്ട്, അവർക്ക് വലിയൊരു ലാൻഡ് മാസ് ഉണ്ട്. അപ്പൊ ഇറാനെ എങ്ങനെങ്കിലും വളയുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഈ പാകിസ്ഥാൻ എന്നുള്ള പ്രോക്സി സ്റ്റേറ്റിനെ ഈ രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അമേരിക്കയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് പാകിസ്ഥാൻ നമ്മുടെ ടൂറിസ്റ്റുകളെ വധിച്ചതും ഈ പെഹൽഗാമിൽ ആ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ഉണ്ടായി 26 പേര് മരിക്കുന്നത്.
അതിനുശേഷം നമ്മൾ അവരെ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തു, പാകിസ്ഥാൻ തിരിച്ചു നമ്മളെ സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് നടന്ന ഒരു യുദ്ധത്തില്, രണ്ടാമത് നമ്മൾ നടത്തിയ അറ്റാക്കില് അമേരിക്കയുടെ സകല അസറ്റുകളും നമ്മൾ അടിച്ച് ശരിയാക്കി പൊട്ടിച്ചു കളഞ്ഞു. എസ്പെഷ്യലി അവരുടെ എല്ലാ റൺവേയും നമ്മൾ നശിപ്പിച്ചു. ഒറ്റ ഒരു മിലിറ്ററി റൺവേ പോലും ഇന്നിപ്പോ പാകിസ്ഥാനിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവരുടെ മിലിറ്ററി റൺവേകളെല്ലാം ഇന്നിപ്പം റീവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ വീണ്ടും ടാർ ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവർ ടെൻഡർ ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ അവർക്ക് കോടിക്കണക്കിന് രൂപ വിലയുള്ള അവരുടെ റഡാർ ഇൻസ്റ്റലേഷനുകളെല്ലാം നമ്മൾ നശിപ്പിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡാമേജ് സംഭവിച്ചു ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ട്. അമേരിക്ക ഒരിക്കലും കണക്കുകൂട്ടലിൽ ഇങ്ങനെ ഇന്ത്യ ഇങ്ങനെ പാകിസ്ഥാനിൽ കയറി ഇങ്ങനെ ആക്രമിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. അപ്പൊ അത്രയും സർപ്രൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് നമ്മൾ നടത്തിയത്. കാരണം നമ്മുടെ പോളിസികൾക്കെല്ലാം നമ്മുടെ പോളിസി നമ്മൾ എന്താണ് പറഞ്ഞിരുന്നതിന് ഘടകവിരുദ്ധമായിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അങ്ങനെ തന്നെയാണ് വാറിനകത്ത് നമ്മൾ പറയുന്നതല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ എന്താണ് ചെയ്തത്. ഇപ്പൊ ഉദാഹരണത്തിന് തന്നെ ഇവരുടെ ഇന്റീരിയറിലോട്ടുള്ള പല എയർ ബേസുകളും നമ്മൾ ആക്രമിച്ചു. അവര് വിചാരിച്ചത് ചിലപ്പം നമ്മൾ ആക്രമിക്കും ലാഹോറോ അല്ലെ ഇസ്ലാമാബാദോ പോലുള്ള സ്ഥലങ്ങൾ മാത്രമേ ആക്രമിക്കത്തുള്ളൂ. അതൊന്നുമല്ല. ഒരെണ്ണം പോലും വിടാതെ എല്ലാ എയർ ബേസുകളും നമ്മൾ ആക്രമിച്ചു. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം കൂടെ ഇവിടെ പറയണം. ഈ റഫേൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളോട് വന്നിട്ട്, റഫേൽ നഷ്ടപ്പെട്ടതാണോ അതോ റഫേൽ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഒരു ഉത്തരവും ആർക്കും കൊടുത്തിട്ടില്ല. അതിനെ പറ്റിയിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവൊക്കെ ഇവിടെ വലിയ ഡയലോഗുകൾ അടിക്കുന്നുണ്ടായിരുന്നു, മോദി വിമർശിക്കുന്നുണ്ട് പല രീതി. പക്ഷെ നമ്മളത് പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റഫേൽ പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയത്തില്ല, പോയിട്ടില്ലെന്ന് നമ്മൾ പറയത്തില്ല. കാരണം അതൊരു ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമായിട്ടാണ്, നമ്മുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ റഫേലിനെ ഉപയോഗിക്കുന്നതും അല്ലെ റഫേൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുന്നതും അല്ലെ റഫേൽ തകർന്നു എന്ന് പറയുന്നതെല്ലാം ഈ യുദ്ധത്തിന്റെ ഒരു തന്ത്രമായിരുന്നു. കാരണം നമ്മൾ അവരുടെ റഫേലോ അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റഡാർ സംവിധാനം വെച്ചിട്ട് നമ്മൾ അവരുടെ റഡാറുകളെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നമ്മുടെ റഫേൽ തകർന്നു എന്ന് പറഞ്ഞതിന്റെ മൂന്നാമത്തെ ദിവസം അവരുടെ സകല എയർ സ്ട്രിപ്പുകളും നമ്മൾ ബോംബ് ചെയ്ത് തകർത്തു. കാരണം അത് നമ്മളത് അവരുടെ ഡാറ്റയെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോ ഇവിടെ വിവരിക്കുന്നില്ല. കാരണം അത് നമ്മള് ഇപ്പം പറഞ്ഞില്ല, അത് നമ്മളത് അച്ചീവ് ചെയ്തു. അത് എങ്ങനെ അച്ചീവ് ചെയ്തു എന്ന് ആരും അറിയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷണങ്ങൾ നടത്തി. എനിക്ക് എന്റെ കുറച്ച് സുഹൃത്തുക്കളുമായിട്ടൊക്കെ, എനിക്ക് DRDOയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് ഞാൻ ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയപ്പോഴത്തേക്ക് അപ്പൊ അവർക്കും അറിയാം, എനിക്കും അറിയാം. കാരണം ഞാൻ പണ്ട് കുറച്ച് നാള് IIT-യിലൊക്കെ വർക്ക് ചെയ്ത ആ ഒരു സാഹചര്യത്തിൽ അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയമുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ പുറത്തു പറയുന്നതിനകത്തൊക്കെ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. കാരണം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു കപ്പാസിറ്റി, നമുക്ക് അവരുടെ റഡാർ ഇൻസ്റ്റലേഷനൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഫാർ സുപ്പീരിയർ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും പുറത്ത് പറയത്തില്ല. കാരണം നമുക്ക് ഒരിക്കലും അതൊരു ഗവൺമെന്റിന് ഒഫീഷ്യലായിട്ട് അത് പുറത്തു പറയാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഉള്ളത്. കാരണം അതെല്ലാം നമ്മളുടെ ഹൈലി വിലപിടിപ്പുള്ള മിലിറ്ററി സീക്രട്ടുകളാണ്. അതും നമ്മൾ പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഞാൻ വളരെ വേഗമായിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുപോലത്തുള്ള നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം ഇസ്രായേൽ നടക്കുന്ന യുദ്ധത്തിനകത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഇറാനിൽ നിന്ന് പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം ടെല്ലവീവ് നഗരത്തിലും അവിടെ എല്ലാം വീണ് തകർന്ന് തരിപ്പണമാവുന്ന നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ ഒറ്റ നഗരത്തിൽ പോലും ഒരൊറ്റ മിസൈൽ പോലും പാകിസ്ഥാനിൽ പതിച്ചിട്ടില്ല. പാകിസ്ഥാൻ 600-ലധികം പലതരത്തിലുള്ള പ്രൊജക്ടുകൾ ഇന്ത്യയുടെ പല നഗരങ്ങളിൽ ലക്ഷ്യമാക്കി വിട്ടെങ്കിലും നമ്മളതെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെല്ലാം ഇന്റർസെപ്റ്റ് ചെയ്തു. പിന്നെ ചെറിയ നാശനഷ്ടങ്ങൾ, ഷെല്ലിങ് അങ്ങനത്തുള്ളതിനകത്ത് നമുക്ക് ബോർഡറിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ ഒരു ആൾനാശവും ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ തന്നെ ഇസ്രായേലിൽ എത്ര പേര് മരിച്ചു, കഴിഞ്ഞ ഒരു 5 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ നഗരങ്ങളിൽ എത്ര ഇസ്രായേലി പൗരന്മാർ മരിച്ചു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു കണക്കില്ല. 100-ലധികം ആൾക്കാർ മരിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മള് പാകിസ്ഥാന്റെ എയർബേസുകളെല്ലാം ന്യൂട്രലൈസ് ചെയ്തു, അവരുടെ സകല ഇൻസ്റ്റലേഷനും നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ ബേസുകൾക്കുള്ളിൽ US-ന്റെ തന്നെ പല പട്ടാളക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഒരു വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ജീവനാശം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്തും മനസ്സിലാക്കാൻ എന്ന് വെച്ചാൽ
പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആയിരുന്നു ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു വീഴ്ചയിൽ നിന്ന് അവരെ തടഞ്ഞ് രക്ഷപ്പെടുത്തി പാകിസ്ഥാൻ എന്നുള്ള ഈ റോഗ് സ്റ്റേറ്റിനെ പിന്നെയും ഒരു വായു കൊടുത്തു. അവർക്ക് IMF നിന്ന് ലോൺ അനുവദിച്ചു. പിന്നെ ഇപ്പൊ പെട്ടെന്ന് തകർന്നുപോയ സാധനങ്ങളെല്ലാം അവർക്ക് പെട്ടെന്ന് പുനർനിർമ്മിക്കണം. അവർക്ക് വർഷങ്ങളായിട്ട് തടഞ്ഞു വെച്ചിരുന്ന അവരുടെ ലോൺ പരിധിയൊക്കെ കൂട്ടിക്കൊടുത്തു അമേരിക്ക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കയോടുള്ള ഒരു വിശ്വാസം അല്ലെ ഒരു സ്നേഹത്തിന്റെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വന്തം യജമാനന്റെ അടുത്ത് ഒരു നായ വാലാട്ടുന്ന പോലെ വാലാട്ടി നിൽക്കാൻ മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യജമാനനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു നോമിനേഷൻ കൊടുത്തു. ഞങ്ങളെ കാത്തു രക്ഷിച്ചല്ലോ തമ്പുരാനെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നോമിനേഷൻ അങ്ങ് കൈവച്ചോ എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ സൂചിപ്പിക്കാൻ വേണ്ടി കൊടുത്തിയാണെന്ന് വേണം മനസ്സിലാക്കാം. പക്ഷെ എന്റെ ഒരു അനുമാനത്തില് അസീം മുനീറിനെ അവിടെ വിളിപ്പിച്ചത് നല്ല രീതിയിൽ ശകാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ട്രംപ്. കാരണം എന്തുദ്ദേശത്തിലാണോ എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ഈ ആയുധങ്ങളും എല്ലാത്രയും സപ്പോർട്ടും കൊടുത്തത്, ആ ഉദ്ദേശം നടന്നതുമില്ല, അതെല്ലാം നശിക്കുകയും ചെയ്തു. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ യുഎസിന് ശരിക്കും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ഫ്രണ്ടിൽ നിന്ന് വാർ ഓപ്പൺ ആക്കണം. ഈസ്റ്റേൺ ഫ്രണ്ടിൽ നിന്ന് വെസ്റ്റേൺ ഫ്രണ്ടിൽ നിന്ന് വാർ ഓപ്പൺ ആക്കണം. ഇപ്പം വെസ്റ്റേൺ ഫ്രണ്ടിൽ നിന്ന് മാത്രമേ മൊബിലൈസേഷൻ നടക്കുന്നുള്ളൂ, ഇസ്രായേലിൽ നിന്ന് മാത്രമേ മൊബിലൈസേഷൻ നടക്കുന്നുള്ളൂ. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഇസ്രായേലിന് ഇറാനുമായിട്ട് കരമാർഗം യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല. ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇപ്പം ഉള്ളത് അമേരിക്കയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എയർബേസുകളിൽ നിന്നും അവിടെ ലാൻഡ് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക, അവിടുന്ന് ഫ്യൂവൽ ചെയ്യുക, പോയി ബോംബ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ അത് നടക്കുന്നില്ല. കാരണം 3000-4000 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ. അപ്പൊ ഒരു F-35 പോലുള്ള ഒരു വിമാനമൊക്കെ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് ഇറാനിലെത്തി ബോംബ് ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള അത്രയും ഫ്യൂവൽ കപ്പാസിറ്റി അതിനില്ല. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് അവർക്ക് മിഡ് എയറിൽ റീഫ്യൂവലിംഗ് ചെയ്യേണ്ടി വരും. വളരെ എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ. ഇപ്പം മിഡ് എയർ റീഫ്യൂവൽ ചെയ്യുന്ന ഒരു വിമാനത്തെ ഇറാന്റെ ഒരു മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇപ്പം ഇസ്രായേലിന്റെ അയൺ ഡോം പരാജയമാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ഇത്രയും മിസൈലുകൾ അവിടെ വീഴുന്നു എന്നുള്ള ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് മിസൈലുകൾ അയക്കുമ്പോൾ 90% വിജയമുള്ള ഒരു സിസ്റ്റം പോലും ഇന്റർസെപ്റ്റ് ചെയ്താൽ 100 മിസൈൽ വീഴും. മനസ്സിലായി? അപ്പം ഈ ഇറാന്റെ മിസൈലുകൾക്ക് ഇസ്രായേലിന്റെ ഇന്റർസെപ്റ്റിംഗ് സംവിധാനങ്ങളെക്കാട്ടി കൂടുതൽ മിസൈലുകൾ ഇറാനിൽ നിന്ന് വരുന്നുണ്ട്. കാരണം ഇറാൻ മാസ് പ്രൊഡക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മിസൈലുകൾ, എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചാൻസ് കിട്ടിയപ്പോൾ അവരുടെ ചറപറ വെക്കുവാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിവിലിയനോ മിലിറ്ററിന്നോ ഒന്നും ഇല്ല, അവർ കിട്ടുന്നിടത്തോട്ട് അയക്കുവാണ്. വീഴുന്നവന്റെ ഒക്കെ തലയിൽ വീഴട്ടെ. ഇപ്പം നമ്മൾ പാകിസ്ഥാനുമായിട്ട് നടത്തിയ യുദ്ധത്തിൽ നമ്മൾ എന്താ നോക്കിയത്? നമ്മൾ നോക്കിയത് അവരുടെ ടെററിസ്റ്റ് പരിശീലന കേന്ദ്രങ്ങളും എയർഫോഴ്സ് ബേസുകളുമാണ് നമ്മൾ ബോംബ് ചെയ്ത്. പക്ഷെ പാകിസ്ഥാൻ ഡൽഹിയിലോട്ട് അയച്ചതാണ് മിസൈല്. പാകിസ്ഥാൻ അങ്ങനെ നോട്ടൊന്നുമില്ല, എങ്ങോട്ട് വേണമെങ്കിലും ഇടും. നമ്മുടെ എയർബേസ് മാത്രമൊന്നുമില്ല, നമ്മുടെ ജനങ്ങൾ താമസിക്കുന്ന എങ്ങോട്ട് വേണമെങ്കിലും ഇടാം, അവർക്ക് യാതൊരു മടിയുമില്ല. അപ്പൊ അതേ അപ്രോച്ച് തന്നെയാണ് ഇറാൻ ഇസ്രായേലിന്റെ അടുത്തും ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സിവിലിയൻ മിലിറ്ററി ഒന്നുമില്ല, എല്ലാവരെയും കൊല്ലുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു അപ്രോച്ചിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് എതിരെ ഇസ്രായേലിന് കുറച്ചുകൂടെ അപ്പർ ഹാൻഡ് കിട്ടണം, അല്ലെ അമേരിക്കയ്ക്ക് ഈ യുദ്ധത്തിൽ ഫലപ്രദമായിട്ട് ഇടപെടണമെന്നുണ്ടായിരുന്നു ഈ പാകിസ്ഥാനിലുള്ള അസറ്റുകൾ ഉപയോഗിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പോസിബിൾ അല്ല. അറ്റ്ലീസ്റ്റ് ഇനി യുദ്ധകാല അടിസ്ഥാനത്തിൽ അവിടെയുള്ള റൺവേ എല്ലാം റിപ്പയർ ചെയ്ത് അവിടെയുള്ള മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഒക്കെ തിരിച്ചു വെക്കണമെങ്കിൽ പോലും എങ്ങനെ പോയാലും ഒരു 1-2 മാസം സമയം എടുക്കും. അപ്പൊ അത്രയും സമയം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് സമയത്തിന് വലിയ വിലയാണ്. നമ്മളും കണ്ടതാണ്. വെളുപ്പില് നമ്മളൊരു 3-3.5 മണിക്കാണ് പാകിസ്ഥാനിലോട്ടൊരു 8-10 മിസൈൽ അങ്ങോട്ട് അയച്ചതും അവരുടെ ചടപടാന്നുള്ള അവരുടെ എല്ലാം കഴിഞ്ഞു. 10-15 മിനിറ്റിനുള്ളിൽ അവിടെ എല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് ഹോട്ട്ലൈൻ എടുത്ത് നമ്പർ കറക്കി വിളിച്ച് ട്രംപിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ബോംബും കഴിഞ്ഞ് എല്ലാം പൊട്ടിച്ച് എല്ലാം നശിച്ച് നാറാണക്കല്ല് തോണ്ടി. അപ്പോഴത്തേക്ക് ട്രംപ് ട്വീറ്റ് വിട്ടു, നമ്മളെന്താണ് ഉദ്ദേശിച്ചത്, നമ്മളത് ചെയ്തും കഴിഞ്ഞ് ട്രൈ ചെയ്തിട്ടാണ് ട്രംപ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അയാൾ പറയണമായിരുന്നു, അയ്യോ ബോംബ് അയക്കരുത്, ബോംബ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എയർപോർട്ട് എല്ലാം പൊട്ടിപ്പോകുന്നു പറയുന്നതിന് മുന്നേ നമ്മൾ ബോംബ് വെച്ചു, അവിടെ എല്ലാം പൊട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ട്വീറ്റ് വിട്ടു, വയൽവാൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കൈമ്പൊക്കി നിന്നിട്ട് കാര്യമില്ല. എല്ലാം നമ്മൾ എന്തോ ചെയ്യാനുള്ളത് നമ്മളതെല്ലാം ചെയ്തു. നമുക്ക് മിനിമൽ ഡാമേജിൽ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഭേദിച്ചു. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെറുതെ കിട്ടിയ സാധനമാണ്, വെറുതെ കിട്ടുന്ന പൈസയാണ്, ഇനിയും ഉണ്ടാക്കാം. കുറെ നാൾ കഴിയുമ്പോൾ അമേരിക്കക്കാർ ഇനിയും പൈസ കൊടുക്കും, ഇതെല്ലാം റിപ്പയർ ചെയ്യും, വീണ്ടും എല്ലാം സെറ്റായി റെഡിയായി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഉമാര് നമ്മൾ ചൊറിയാൻ വരും, നമ്മൾ വീണ്ടും അവിടെ മിസൈൽ ഇടും. ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു ഗോൾഡൻ ചാൻസ് എന്ന് വേണമെങ്കിൽ ഇറാൻ ഇപ്പൊ ഒരു സത്യം പറഞ്ഞ ഒരു നല്ലൊരു പൊസിഷനിലാണ് ഇറാൻ. ഈ നമ്മള് അടി പ്രയോജനം കിട്ടിയത് ഇറാനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കൊടുത്ത അടിക്ക് പ്രയോജനം കിട്ടിയ ഇറാനാണ്.
പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്ക ഈ ഒരു ഈസ്റ്റേൺ ഫ്രണ്ട് ഉപയോഗിച്ച് ഇറാനെ അല്ലെ അമേരിക്കയ്ക്ക് ഒരു ബേസ് പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇസ്രായേലിന് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ ഇതിപ്പോ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തത്തിൽ കൺഫ്യൂഷനും മൊത്തത്തിൽ ഒരു പ്രശ്നങ്ങളും ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അമേരിക്കയെ സൂചിപ്പിച്ച് നിന്ന് ഇനിയും പൈസയൊക്കെ അടിച്ചെടുത്ത് അവര് ഈ പട്ടാള മേധാവിമാരെല്ലാം പുട്ടടിച്ച് ബാക്കിയുള്ള പൈസയ്ക്ക് എന്തെങ്കിലും റൺവേയോ അതും ഇതൊക്കെ പണിഞ്ഞ് പിന്നെ അങ്ങനത്തെ ഉള്ള രീതിയിൽ ഇത് ഇങ്ങനെ ഉന്തിത്തള്ളി മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ഫെയിൽഡ് സ്റ്റേറ്റിനെ ഇങ്ങനെ തള്ളി നിരക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ പാകിസ്ഥാന്റെ മുന്നിൽ അവർക്ക് കിട്ടുന്ന സൗത്ത് ഏഷ്യ കീഴടക്കുക, അവർക്കൊരു ബഫർ സോൺ ആകുക എന്നതിനേക്കാൾ ഉപരിയായി അവർക്കൊരു വലിയ കോടിക്കണക്കിന് രൂപ, നമ്മൾക്ക് അമേരിക്ക ഒരു സമ്പന്ന രാഷ്ട്രമാണ്, പക്ഷെ ഇത്രയും അധികം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ ജഗത്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയുടെ കറൻസി ഗോൾഡുമായിട്ട് പ്ലഗ് ചെയ്തിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് നിക്സന്റെ കാലത്ത് എടുത്തു കളഞ്ഞാണ് അമേരിക്ക. അപ്പൊ അതിനാൽ അമേരിക്കയ്ക്ക് പേപ്പറിന്റെ വിലയുള്ള അവിടുത്തെ കറൻസി. അമേരിക്കയുടെ കറൻസിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റുകളും ഗവൺമെന്റ് ബോണ്ടുകൾക്കുമാണ് അമേരിക്കയുടെ കറൻസിയുടെ വില നിശ്ചയിക്കുന്നത്. അമേരിക്കയ്ക്ക് കൂടുതൽ പണം വേണമെന്നുണ്ടെങ്കിൽ അവർ കറൻസി പ്രിന്റ് ചെയ്യും, അത് മാർക്കറ്റിൽ ഇടും. അപ്പോൾ ആൾക്കാർ പുറത്തുനിന്ന് വന്ന് അത് അമേരിക്കൻ ഡോളർ വാങ്ങിച്ചുകൊണ്ട് പോകും. ഇത്രയൊക്കെ ക്രൈസിസും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പോലും അമേരിക്കൻ ഡോളറിന്റെ വില ഇടിയുന്നില്ല. നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കാരണം അമേരിക്കയുടെ മൈറ്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ മിലിറ്ററി പവർ ആണ്. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെ മിലിറ്ററി പവർ നമുക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ലോകത്ത് മുഴുവൻ മിലിറ്ററി പവർ ഷോക്കേസ് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മളുടെ കറൻസി ഇപ്പോഴും ഗോൾഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കറൻസി. നമ്മുടെ കറൻസിക്കകത്ത് അതുകൊണ്ടാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. ഗവർണർ പറയുന്ന ഈ നോട്ട് നിങ്ങൾ എനിക്ക് കൊണ്ടുതന്നു കഴിഞ്ഞാൽ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഗോൾഡ് തരാമെന്ന് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഗവർണർ പറയുന്നുണ്ട്. അപ്പൊ അതായത് നമ്മുടെ 1000 രൂപയുടെ നോട്ട് അല്ലെ 2000 രൂപയുടെ നോട്ട് അല്ലെ 500 രൂപയുടെ നോട്ട് എന്ന് പറയുന്ന ആ സാധനത്തിന് അത്രയും ഗോൾഡിന്റെ മൂല്യമുണ്ട്. പക്ഷെ അമേരിക്കയുടെ നോട്ടിന് ആ മൂല്യമില്ല. കാരണം അമേരിക്ക പണം പ്രിന്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഗവൺമെന്റ് ബോണ്ടിന്റെയും ഡെപ്റ്റുകളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയുടെ കയ്യിൽ അൺലിമിറ്റഡ് റിസോഴ്സ്, ഒരു അക്ഷയപാത്രം തന്നെയാണ് അമേരിക്കൻ കറൻസി എന്ന് പറയുന്നത്. അവർക്ക് എത്ര ഡോളർ വേണമെങ്കിലും പ്രിന്റ് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. എത്ര ഇത് വേണമെങ്കിലും F-16 അത് വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കാം. കാരണം അവിടെയുള്ള മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്റെ ഏറ്റവും വലിയ ബയർ എന്ന് പറയുന്നത് അമേരിക്കൻ ഗവൺമെന്റ് ആണ്. അമേരിക്കൻ പ്രതിരോധ ഉപകരണങ്ങളെല്ലാം വാങ്ങിക്കുന്ന അമേരിക്ക വാങ്ങിച്ച ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ചത് അവർക്ക് പണം കിട്ടി, പാകിസ്ഥാൻ ആയുധവും കിട്ടി, അവർക്കത് പ്രശ്നമില്ല. അവർക്ക് എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇന്ത്യക്ക് നമുക്ക് അങ്ങനെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ GDP അല്ലെ നമ്മുടെ ആഭ്യന്തരമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പണം എന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമുക്ക് വരുന്ന ഓരോ GDP-യിൽ ഓരോ രൂപയും. അപ്പൊ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ റൺവേ റിപ്പയർ ചെയ്യാൻ പറ്റൂ. പക്ഷെ അമേരിക്ക കറൻസി പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ F-16 വരും, അവിടുത്തെ റൺവേ റിപ്പയർ ആവും. എന്തായാലും ട്രംപിന്റെ നാർസിസിക് പേഴ്സണാലിറ്റി ആണ്, ട്രംപിന് അങ്ങനെ ഒരു ട്രേറ്റ്സ് ഉണ്ടെന്നും ട്രംപ് ഒരു ആൽഫാമെയിൽ ആണെന്നും പിന്നെ പാകിസ്ഥാനുമായി വർഷങ്ങളായി തുടരുന്ന US-ന്റെ അനിഷേധ്യമായ ബന്ധവുമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുമോ, മേടിച്ചെടുക്കുമോ എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഇനി ജിയോ പൊളിറ്റിക്സിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഒരുപാട് നന്ദി ജഗത് ജയപ്രകാശ് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ട്രംപിന് നോബൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയ ശേഷം അദ്ദേഹം